മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിലും ഓഫീസുകളിലും ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നു. കൊച്ചിയിലും ചെന്നൈയിലും ബാംഗ്ലൂരിലുമാണ് റെയ്ഡ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ബിജു പങ്കുചേരുന്നു. ബിജു, റെയ്ഡ് എത്ര മണിക്ക് ആരംഭിച്ചു? റെയ്ഡിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാവിലെ 6 മണി മുതലാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വീടുകളിലും ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത്. മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിലും അതുപോലെ കടവന്തറയിലെ മമ്മൂട്ടിയുടെ വീട്ടിലും അതുപോലെ തന്നെ മോഹൻലാലിന് കൊച്ചിയിലുള്ള ഹോട്ടലിലും മറ്റ് വിവിധ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ചെന്നൈയിലുമുള്ള വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. രാവിലെ 6 മണി മുതലാണ് റെയ്ഡ് നടന്നത്. ബാംഗ്ലൂരിലും ചെന്നൈയിലുമുള്ള റെയ്ഡിനായി കർണാടകത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെയും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. മാസങ്ങളായി ഈ രണ്ട് താരങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളും അതുപോലെ ആദായനികുതി വിവരങ്ങളും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ പരിശോധനയുടെ അവസാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇപ്പൊ കടവന്ത്രയിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ മാത്രം ഏതാണ്ട് 15-20 ഉദ്യോഗസ്ഥരോളം പരിശോധന നടത്തുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ട്. അതുപോലെ നിർമ്മാതാവ് മോഹൻലാലിന്റെ ഡ്രൈവറും അതുപോലെ നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലും അതുപോലെ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടക്കുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഏതാണ്ട് എല്ലാ സിനിമകളുടെയും തന്നെ ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ് ആണ്. ഇതിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. റെയ്ഡിൽ എന്തൊക്കെ കണ്ടെടുത്തു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കാരണം 6 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. ഇപ്പൊ ഏതാണ്ട് 3 മണിക്കൂർ മാത്രമായിട്ടേ ഉള്ളൂ റെയ്ഡ് നടക്കാൻ തുടങ്ങിയിട്ട്. നന്ദി ബിജു.